പ്രമേയം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാരായണിന്റെ 3 ആൺമക്കൾ എന്ന മലയാളം ചിത്രത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന നാരായണിയുടെ 3 ആൺമക്കൾ ചില പ്രത്യേക കാരണങ്ങളാൽ അമ്മയുടെ മരണത്തിനായി കാത്തിരിക്കുന്നതും അതിനിടയിൽ സഹോദരങ്ങൾക്കിടയിൽ ഉടലെടുക്കുന്ന ലൈംഗികാസക്തിയുമൊക്കെയാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയെ കാണാനെത്തുന്ന ഭാസ്കറിനെയും ഭാര്യ നബീസയെയും മക്കളെയുമാണ്. നാരായണിയുടെ ഏറ്റവും ഇളയ മകനാണ് ഭാസ്കർ. 24 കൊല്ലത്തിലധികമായി നഫീസയെ സ്നേഹിച്ച് നാട് വിട്ടതാണ് ഭാസ്കർ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുന്നതിന്റെ എക്സൈറ്റ്മെന്റും സന്തോഷവുമൊക്കെ ഭാസ്കറിനും കുടുംബത്തിനുമുണ്ട്. ഇതാ ഭാസ്കറിന്റെ രണ്ടാമത്തെ ചേട്ടൻ സേതു അവിവാഹിതനാണ്. ഇത് 1ാമത്തെ ചേട്ടൻ വിശ്വം. ഇത് വിശ്വത്തിന്റെ ഭാര്യ ജയശ്രീ. അവർക്ക് ഒറ്റ മകളാണ് ആതിര. ഇത് ഭാസ്കറിന്റെ മകൻ നിഖിലുണ്ടായി 18 വയസ്സായപ്പോൾ അവർക്ക് ഒരു മകൾ കൂടി ഉണ്ടായി. തനൂജ എന്നാണ് കുഞ്ഞിന്റെ പേര്. പ്രണയിച്ച് ഒളിച്ചോടിയതിന്റെ കലിപ്പ് ഭാസ്കറിനോട് ഇപ്പോഴും വിശ്വനാഥിനുണ്ടെന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറെ നാളായി കിടപ്പ് രോഗിയായിരുന്ന നാരായണി ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഭാസ്കർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അവരെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റാൻ. ഭാസ്കർ എത്തുന്നതോടെ അമ്മയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാനായി തുടങ്ങുന്നു. ഡോക്ടർമാർ അമ്മയ്ക്ക് ഇനി അധിക നേരം ആയുസ്സുണ്ടാവില്ല എന്ന് പറഞ്ഞ വിഷമത്തിലാണ് എല്ലാവരും. വിശ്വനും ഭാസ്കറിനും ജോലിയുണ്ട്. എന്നാൽ സേതു കല്യാണം പോലും കഴിച്ചിരുന്നില്ല. അച്ഛൻ മരിച്ച ശേഷം സേതു മാത്രമാണ് അമ്മയോടൊപ്പം കുടുംബത്തുണ്ടായിരുന്നത്. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് തറവാട്ടിലേക്ക് എത്തുന്നു. അന്ന് രാത്രി ചേട്ടാനിയന്മാർ പുകവലിച്ച് തിരികെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. പെണ്ണുങ്ങൾ അടുക്കളയിൽ വിശേഷങ്ങൾ പറയുന്നു. ഭാസ്കർ ഹിന്ദുവും നഫീസ മുസ്ലിമുമായതിനാൽ മക്കൾക്ക് പ്രത്യേകം റിലീജിയൻ ഒന്നുമില്ലാതെയാണ് അവരെ വളർത്തുന്നത്. അതേസമയം നിഖിൽ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു. നേരം വെളുത്തെന്ന് കരുതി എണീറ്റ് അവൻ താഴെ വരുമ്പോഴാണ് രാത്രിയായതേയുള്ളൂവെന്ന് മനസ്സിലാകുന്നത്. ആതിര ആ സമയം ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു. അവരങ്ങനെ പരിചയപ്പെടുന്നു. സഹോദരങ്ങളായിരുന്നെങ്കിലും അവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭാസ്കറും നഫീസയും UK-യിലാണ് ജോലി ചെയ്യുന്നത്. അവരവിടെ സെറ്റിൽഡുമാണ്. ആതിര സോഷ്യൽ വർക്കിൽ PG ചെയ്യുകയാണ്. നിഖിലിന് ഫിലിമിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം. അവൻ ആദ്യമായി ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആതിരയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൾ അത് കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. എന്നാൽ സേതുവും കൂട്ടരും വെളിയിൽ വെള്ളമടിക്കാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. പതിയെ ആതിരയും നിഖിലും സംസാരിച്ച് നല്ല സൗഹൃദത്തിലുമാകുന്നു. ശേഷം അവരെല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും നിഖിൽ പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നു. കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ സന്തോഷം എല്ലാവരിലും ഉണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിട്ടും നാരായണി മരിക്കുന്നില്ല. നാരായണിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു എന്നറിഞ്ഞ് മരിച്ചതാണെന്ന് കരുതി നാരായണിയുടെ ഒരു അനിയത്തി അവിടേക്ക് അലച്ചു വിളിച്ച് വരുന്നുണ്ട്. അവരെ അവിടെ ആർക്കും തീരെ പിടുത്തമില്ല, പ്രത്യേകിച്ച് സേതുവിന്. കാരണം മറ്റൊന്നുമായിരുന്നില്ല, എല്ലാവരെയും കുറ്റം പറയുന്നൊരു സ്വഭാവം ഈ ചെറിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ ചുമ്മാതെ ഇരുന്ന് വട്ടാവുന്നത് കൊണ്ട് തന്നെ നിഖിൽ ആതിരയോട് വന്ന് നടക്കാൻ പറ്റിയ സ്ഥലം വല്ലതുമുണ്ടോ, കൂടെ ഒന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. അവളും ഓക്കെ പറയും. അങ്ങനെ രണ്ടാളും കൂടി ആ നാട്ടിലുള്ള കൽപ്പടവുകളൊക്കെയുള്ള മനോഹരമായ ഒരു കുളത്തിനരികിലേക്ക് പോകുന്നു. നിഖിലാകെ ഡള്ളായിരിക്കുന്നത് കൊണ്ട് തന്നെ ആതിര എന്തെങ്കിലും വിഷമം തനിക്കുണ്ടോ എന്നും താൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യം അവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറും. എന്നാൽ താനൊരു ബ്രേക്കപ്പ് കഴിഞ്ഞതിന്റെ ഹാങ് ഓവറിലാണെന്നും 5 വർഷമായി പ്രണയിച്ച ഒരു പെൺകുട്ടി നിഖിലുമായി ബ്രേക്കപ്പ് ആയതിന്റെ വിഷമത്തിലായിരുന്നു അവൻ. കുറെ നാളായിട്ടും അതിൽ നിന്നും മുക്തനാവാൻ നിഖിലിന് കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് ആതിര അവനെ വളരെ മനോഹരമായി തന്നെ സമാധാനിപ്പിക്കുന്നു. ആതിരയുടെ വാക്കുകൾ നിഖിലിന് വലിയ ആശ്വാസമായിരുന്നു. കാരണം അതുപോലെയുള്ള വാക്കുകൾ അവനോട് ആരും തന്നെ അതുവരെ സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവരുടെ സൗഹൃദം കൂടുതൽ ദൃഢമാകുന്നു. തിരികെ വീട്ടിലെത്തുമ്പോൾ നിഖിൽ വളരെ ഹാപ്പിയായിട്ടായിരുന്നു വരുന്നത്. ഈ സമയം കുടുംബത്തിലെ ഒരു അകന്ന ബന്ധുവായ രാമനും അയാളുടെ കൊച്ചുമകനും തറവാട്ടിലേക്ക് എത്തിയിരുന്നു. വിശ്വന്റെ അച്ഛന് രാമൻ പണ്ട് കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാതെ വന്നപ്പോൾ രാമന്റെ വസ്തു മുത്തശ്ശൻ അറ്റാച്ച് ചെയ്തു. തൻ്റെ അച്ഛനെയും അമ്മയെയും അടക്കിയ മണ്ണാണത്. 40 ലക്ഷം രൂപ ഇപ്പോൾ അങ്ങോട്ട് തരാം, ആ വസ്തു തിരികെ നൽകണമെന്നൊക്കെ വിശ്വനോട് പറയാനാണ് രാമൻ വന്നത്. എന്നാൽ വിശ്വനാവട്ടെ 80 ലക്ഷം രൂപ തന്നാൽ മാത്രമേ വസ്തു തരാൻ കഴിയൂ എന്ന് മുഖത്തടിച്ച മാതിരി പറഞ്ഞ് രാമനെ അവിടെ നിന്നും നാണം കെടുത്തി പറഞ്ഞുവിടുന്നു. അവിടേക്ക് വന്ന ഭാസ്കറും ഇത് കേട്ട് നിസ്സഹായനായി നിൽക്കുന്നുണ്ട്. അങ്ങനെ രാത്രി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു. രാമൻ എന്തിനാ വന്നതെന്ന് ഈ സമയം ആതിര വിശ്വനോട് ചോദിക്കുന്നു. ഭാസ്കർ അപ്പോൾ വിശ്വൻ ചോദിച്ച കാശ് ഇത്തിരി കൂടിപ്പോയില്ലേ, എന്തിനാ അത്രയും കൂട്ടി ചോദിച്ചത്? അയാൾക്ക് ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണും, അതങ്ങ് കൊടുക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ വിശ്വനോട് ചോദിക്കുന്നു. പണ്ട് അയാൾ നമ്മുടെ അച്ഛനെ ജാതിപ്പേര് വിളിച്ച് ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു.
എന്നൊക്കെ വിശ്വൻ പറയും. അതൊക്കെ പണ്ടല്ലേ, ഇപ്പോൾ അതൊക്കെ പറയണോ? നമുക്കില്ലേ ജാതി സ്പിരിറ്റ്? ചേട്ടൻ ആതിരയെ വേറെ ജാതിക്കാരനെ കൊണ്ട് കെട്ടിക്കുമോ എന്നൊക്കെ ഭാസ്കർ ചോദിക്കുന്നതും വിശ്വന് ദേഷ്യം വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് ഭാസ്കറും വിശ്വനും തമ്മിൽ അല്പം മുഷിയുന്നു. അതോടെ സേതുവിന് ആകെ വല്ലാതെയാകും. വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടി കുറച്ചുനാൾ സന്തോഷമായിരിക്കട്ടെ എന്നായിരുന്നു സേതുവിന്റെ വിചാരം. എന്നാൽ കാര്യങ്ങൾ അതിന് വിപരീതമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും അത്താഴമൂണൊക്കെ കഴിഞ്ഞ് ആതിരയും നിഖിലും പഴയ സാധനങ്ങളൊക്കെ കിടക്കുന്ന മുറിയിലിരുന്ന് സംസാരിക്കുന്നു. നാഗവല്ലിയുടെ കഥ ആ തറവാട്ടിൽ നടന്നതാണെന്നുള്ള രീതിയിലാണ് ആതിരയുടെ സംസാരം. ആദ്യം നിഖിൽ അവൾ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നു. പിന്നീടാണ് അവന് ആതിര തന്നെ പറ്റിക്കുവാണെന്ന് മനസ്സിലാകുന്നത്. ശേഷം ആതിര ആ വീട്ടിലെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിഖിലിനോട് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ആതിര ജനിച്ച വർഷമാണ് ഭാസ്കറും നഫീസയും കല്യാണം കഴിക്കുന്നതും UK പോകുന്നതും. 1 വർഷത്തിന് ശേഷം മുത്തശ്ശൻ മരിക്കുന്നു. അവർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഭാസ്കർ. എന്നാൽ ഭാസ്കറിന്റെ കല്യാണവും മുത്തശ്ശന്റെ മരണവും കഴിയുന്നതോടെ എല്ലാവർക്കും ഭാസ്കറിനോട് ദേഷ്യമാകുന്നു. ഇതേസമയം നഫീസയും ഭാസ്കറും തിരികെ പോകുന്നതിൻ്റെ ഡേറ്റൊക്കെ ബുക്ക് ചെയ്യുകയായിരുന്നു. അധികം സമയം ഇനി ഇല്ലെന്ന് പറഞ്ഞിട്ട് അമ്മ ഇപ്പോഴും മരിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തിരികെ പോക്ക് മുടങ്ങുമോ എന്ന ആശങ്കയിലായിരുന്നു അവർ. പുറമേ കാണും പോലെ ആയിരുന്നില്ല അവരുടെ ജീവിതം. ലണ്ടനിൽ അത്യാവശ്യം കടവും കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അധികം ലീവ് എടുത്താൽ അത് ചിലപ്പോൾ ജോലിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതും അവരെ അലട്ടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് ഡോക്ടർ നാരായണിയെ വന്ന് പരിശോധിക്കുന്നു. പൾസർ അല്പം വീക്കാണെങ്കിലും നാരായണിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെന്റിലേറ്ററില്ലാതെ എങ്ങനെയാണ് അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് വിശ്വൻ ചോദിക്കുന്നു. ജീവൻ നിലനിർത്താൻ ചിലരുടെ ശരീരം ഫൈറ്റ് ചെയ്യും. പിന്നെ ട്യൂബിലൂടെ അത്യാവശ്യം ന്യൂട്രിയൻസ് കിട്ടുന്നുമുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ആവാമെന്ന് ഡോക്ടറും പറയും. ഈ ഡോക്ടർ ഭാസ്കറിൻ്റെ പഴയ ഒരു സുഹൃത്തായിരുന്നു. ട്യൂബ് മാറ്റണോ എന്ന് വിശ്വൻ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യല്ലേ, അമ്മ സമാധാനത്തോടെ പോകട്ടെ എന്ന് ഡോക്ടറും പറയും. അങ്ങനെ അമ്മയുടെ ജീവൻ നിലനിൽക്കുന്നത് ഭാസ്കറിനും വിശ്വനും ഒരു സമാധാനക്കേടായി മാറുന്നു. കാരണം അവരുടെ ലീവ് ജോലിയെ ബാധിക്കും എന്നത് തന്നെയായിരുന്നു. പിറ്റേന്ന് വക്കീൽ വന്ന് ആധാരം പരിശോധിച്ച് സ്വത്തുവകകളെല്ലാം മക്കൾക്ക് 3 പേർക്കും ഭാഗം വെക്കാമെന്ന് പറയുമ്പോൾ 24 വർഷം മുമ്പ് നാടുവിട്ടു പോയപ്പോൾ സ്വത്തുവകകൾ ഒന്നും വേണ്ടെന്ന് ഭാസ്കർ പണ്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് സേതുവിനും വിശ്വനും മാത്രമായി സ്വത്തുക്കൾ 2ആയി വീതിച്ചാൽ മതിയെന്നാണ് വിശ്വൻ പറയുന്നത്. സേതുവും ഭാസ്കറും ഇത് കേട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭാസ്കറിന് എന്നാൽ അതത്ര പിടിക്കുന്നില്ല. സേതു അവിവാഹിതനായിരുന്നതിനാൽ അയാൾക്ക് വല്ലതും സംഭവിച്ചാൽ അയാളുടെ സ്വത്ത് കൂടി വിശ്വനും കിട്ടും. ഭാസ്കർ ഈ കാര്യം നഫീസയോട് വന്ന് പറയുന്നു. എനിക്കിതൊന്നും അറിയണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാനാണ് നഫീസ ഭാസ്കറിനോട് പറയുന്നത്. കൂടാതെ UK കടത്തിനെക്കുറിച്ചും അവൾ സൂചിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രി വിശ്വത്തിനോട് തൻ്റെ ഭാഗം തനിക്ക് വേണമെന്ന് ഭാസ്കർ പറയുന്നു. എന്നാൽ അത് വിശ്വന് തീരെ ഇഷ്ടമാകില്ല. പണ്ടും കുടുംബത്തിലെ കാര്യങ്ങൾ നിനക്കറിയണ്ട. നീ നാട് വിട്ടപ്പോഴാണ് അച്ഛന് ആദ്യമായി അറ്റാക്ക് വരുന്നത്. 2ാമത്തെ അറ്റാക്കിന് അച്ഛൻ മരിക്കുകയും ചെയ്തു. പിന്നെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത് ഞാനാണ്. അന്ന് നീ നിന്റെ കാമുകിയുടെ കൂടെ അഴിഞ്ഞാടി നടക്കുകയായിരുന്നു എന്നൊക്കെ വിശ്വൻ പറയുന്നു. അത് കേൾക്കുന്നതോടെ ഭാസ്കറിനും ദേഷ്യം വരും. അങ്ങനെ 2 ആളും തമ്മിൽ 1-2 പറഞ്ഞ് കയ്യാങ്കളിയാകുന്നു. അപ്പോഴേക്കും സേതു അവിടേക്ക് വരും. സ്വത്തല്ലേ നിനക്ക് വേണ്ടത്, നീ എൻ്റെ വീതം എടുത്തോളാൻ സേതു ഭാസ്കറിനോട് പറയുന്നു. എങ്ങനെയെങ്കിലും പ്രശ്നം അവസാനിപ്പിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. എന്നാൽ എനിക്കാരുടെയും ഔദാര്യം വേണ്ട, എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് മാത്രം മതി എനിക്ക് എന്ന് ഭാസ്കർ പറയുന്നു. നീ കാമുകിയോടൊപ്പം കറങ്ങി നടന്ന സമയം അമ്മയുടെ കാര്യവും വീട്ടിലെ കാര്യവും നോക്കിയത് ഞാനാണ്, അല്ലാതെ 5 ഗുണിക്കാനറിയാത്ത ഈ പൊട്ടനല്ലെന്ന് സേതുവിനെ ഉദ്ദേശിച്ച് വിശ്വൻ പറയുന്നു. അത് കേൾക്കുന്നതും സേതുവിന് ഭയങ്കര വിഷമമാകും. കുടുംബത്തിനെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന മുദ്ര കുത്തിയാണ് എപ്പോഴും സേതുവിനെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ വിളിക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം എല്ലാവരും അയാളെ പോട്ടനെന്ന് വിളിക്കാറുമുണ്ടായിരുന്നു. കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടോ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടോ ഒക്കെ ആവാം സേതു പഠിക്കാഞ്ഞതും ജോലിക്കൊന്നും പോകാഞ്ഞതും. പക്ഷെ മറ്റുള്ളവർ അത് അയാളുടെ കഴിവുകേടായിട്ടാണ് കണ്ടിരുന്നത്. ഇതേസമയം ആതിരയുടെ റൂമിലിരുന്ന് ഒരു ഗസൽ ആസ്വദിക്കുകയായിരുന്നു ആതിരയും നിഖിലും. ആതിരയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ നിഖിലിനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചിരുന്നു. ശേഷം അവർ പാരൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആതിര അവളുടെ അമ്മയുമായി എപ്പോഴും അടിയാണ്. സേതു അങ്കിൾ എന്താണ് വിവാഹം കഴിക്കാത്തതെന്ന് നിഖിൽ ആതിരയോട് ചോദിക്കുന്നു. പുള്ളി ഒരു പെക്യുലർ ടൈപ്പാണ്. അതുപോലെ തന്നെ പുള്ളിക്കെന്തോ പഠനവൈകല്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പഠിക്കാൻ പോകാഞ്ഞതെന്നൊക്കെ അച്ഛൻ പറഞ്ഞതായി ആതിര പറയുന്നു. എല്ലാവരും ട്രീറ്റ് ചെയ്തിരുന്നതിന്റെ ട്രോമയും ഉണ്ടായിരിക്കും. ഇതൊക്കെ കൊണ്ടായിരിക്കാമെന്ന് ആതിര പറയുന്നു. നിഖിൽ അവളോട് സംസാരിക്കുമ്പോൾ കൂടുതൽ താൻ കംഫർട്ട് ആകുന്നതായി നിഖിൽ ആതിരയോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്കും ഒത്തിരി സന്തോഷമാകും. സിംഗിൾ ആണോ എന്ന് നിഖിൽ ചോദിക്കുമ്പോൾ ഇപ്പോൾ ആണെന്നാണ് അവൾ മറുപടി പറയുന്നത്. ശേഷം അവർക്കിടയിലെ സൗഹൃദത്തിന് ഒരു പ്രണയത്തിന്റെ ഭാവം വരുന്നു.
നിഖിൽ പതിയെ അവളുടെ വിരലുകളിൽ സ്പർശിക്കുന്നു. ആതിരയും അത് ആസ്വദിക്കും. അപ്പോഴേക്കും തനു അവിടേക്ക് വരുന്നത് കൊണ്ട് തന്നെ രണ്ടാളുടെയും ശ്രദ്ധ അവളിലേക്കാകുന്നു. പിറ്റേന്ന് വിശ്വൻ തൻ്റെ ബോസിനോട് വിളിച്ച് 3 ദിവസത്തേക്ക് കൂടി ലീവ് കൂട്ടിക്കിട്ടണമെന്ന് പറയുന്നു. അയാൾക്ക് നല്ല വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. അന്നും ഡോക്ടർ വന്ന് മുത്തശ്ശിയെ പരിശോധിക്കും. എങ്ങനെയാണ് അവരിപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന് ഡോക്ടർക്കും അത്ഭുതമായിരുന്നു. അമ്മ എപ്പോൾ മരിക്കുമെന്ന് ഡോക്ടറിനോട് വന്ന് വിശ്വൻ ഒരു ദയവുമില്ലാതെ ചോദിക്കുന്നത് കേട്ട് ഡോക്ടർക്ക് ദേഷ്യം വരുന്നു. ഒരാൾ എപ്പോൾ മരിക്കുമെന്ന് പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഞങ്ങൾ പഠിച്ചത് ജീവൻ രക്ഷിക്കാനാണ്. വലിയ കുടുംബക്കാരല്ലേ, നോക്കിക്കൂടെ, സ്വന്തം അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഡോക്ടർ അവിടെ നിന്നും പോകും. അന്ന് അവിടെ അമ്പലത്തിലെ കളിയാട്ടം കാണാൻ പോകാനായി എല്ലാവരും റെഡിയായി ഇറങ്ങുന്നു. സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായി നിൽക്കുന്ന ആതിരയെ നിഖിൽ അങ്ങനെ നോക്കി നിൽക്കും. ചെറിയമ്മയെ മുത്തശ്ശിയുടെ അടുത്താക്കിയാണ് എല്ലാവരും കളിയാട്ടം കാണാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും കളിയാട്ടമൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നിഖിലും ആതിരയും അവിടെയുള്ള ഒരു കുളക്കരയിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അവർ തമ്മിൽ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അവർ പരസ്പരം കിസ് ചെയ്യുന്നു. സ്വന്തം ചേച്ചിയും അനിയനുമായിരുന്നിട്ടും രണ്ടാളുടെയും മനസ്സ് മറ്റൊരു തരത്തിലേക്ക് അപ്പോഴേക്കും മാറിയിരുന്നു. എല്ലാവരും കളിയാട്ടം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ആതിരയും നിഖിലും എത്തിയിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ആതിരയും നിഖിലും കയറി വരുന്നു. അമ്മ അവളെ അത് കണ്ട് വഴക്കു പറയും. അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുമെങ്കിലും നിഖിലിനും ആതിരയ്ക്കും മാത്രം ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. നിഖിൽ സേതുവിനോടൊപ്പമാണ് കിടന്നിരുന്നത്. ഇത്തിരി കഴിഞ്ഞ് സേതുവിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബോക്സുമായി നിഖിൽ ആതിരയുടെ റൂമിലേക്ക് വരുന്നു. അത് ശരിക്കും കഞ്ചാവോ അങ്ങനെയുള്ള എന്തോ ഡ്രഗ്സ് ആയിരുന്നു. അത് കണ്ടതും ആതിര അവനെ റൂമിലേക്ക് കയറ്റി വാതിലടയ്ക്കുന്നു. ശേഷം രണ്ടാളും അത് ആസ്വദിച്ച് വലിക്കുന്നു. അവരങ്ങനെ കിസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സേതു വന്ന് കതകിന് തട്ടുന്നു. അവര് ആ ബോക്സ് എടുത്തുവെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് സേതു അങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാണെന്നൊക്കെ ആതിര പറയുമ്പോൾ എൻ്റെ കൂടെ കൂടുന്നു എന്നാണ് സേതു ചോദിക്കുന്നത്. അത് കേൾക്കുന്നതോടെ പിള്ളേർക്കും സന്തോഷമാകും. അമ്മയുടെ അനിശ്ചിതാവസ്ഥ തുടരുന്നത് കൊണ്ട് തന്നെ ഭാസ്കർ നേരെ അമ്മയുടെ മുറിയിലേക്ക് വരികയും അമ്മയെ കൊല്ലാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിന് ഭാസ്കറിനെ കഴിയുന്നില്ല. ഇതെല്ലാം കണ്ട് ആ മുറിയിൽ തന്നെ വിശ്വം നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നെക്കൊണ്ടും എന്നെക്കൊണ്ടും ഇതൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാം, ഞാനും ട്രൈ ചെയ്തതാണ് എന്നും വിശ്വൻ പറയും. നിഖിൽ ഈ സമയം സേതുവിനോട് എന്താ കല്യാണം കഴിക്കാഞ്ഞത് എന്ന് ചോദിക്കുന്നു. അറിയില്ല, ഒരിക്കലെല്ലാം സെറ്റായതായിരുന്നു. ആ പെണ്ണിനെ ആരും അറിയാതെ ഞാൻ പ്രേമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഭാസ്കർ നഫീസയും കൊണ്ട് ഒളിച്ചോടിയത് കാരണം നാട്ടിലും വീട്ടിലും ആകെ പ്രശ്നങ്ങളായി. അങ്ങനെ ആ കല്യാണവും മുടങ്ങിയെന്ന് സേതു പറയുന്നു. ആതിരയ്ക്ക് ഒരു തെലുങ്കൻ പയ്യനുമായി പ്രണയമുണ്ടായിരുന്നു. അവനിപ്പോൾ എന്ത് ചെയ്യുന്ന സേതു ചോദിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയോ അങ്ങ് പോയി, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ ആതിര പറയുന്നു. ബന്ധങ്ങൾ അല്ലെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണെന്നും ഏത് ബന്ധമായാലും ഒരു ബൗണ്ടറി നമ്മൾ സൂക്ഷിക്കണമെന്നുമൊക്കെ സേതു വളരെ ഇൻ്റലിജൻ്റായി സംസാരിക്കും. എല്ലാവരും പൊട്ടനെന്ന് വിളിക്കുമെങ്കിലും അദ്ദേഹം പൊട്ടനല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരു പക്ഷേ ആതിരയ്ക്കും നിഖിലിനുമിടയിലെ അടുപ്പം മനസ്സിലായതുകൊണ്ടുമാവാം സേതു അങ്ങനെയൊക്കെ പറയുന്നത്. ഈ സമയം കഴിഞ്ഞ ദിവസം തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ വിശ്വനും ഭാസ്കറും പരസ്പരം പറഞ്ഞു തീർക്കും. പ്രശ്നങ്ങൾ പറഞ്ഞു തീരുന്നത് കൊണ്ട് തന്നെ ഭാസ്കറിനോട് ലീവ് ക്യാൻസൽ ചെയ്ത് കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കാൻ വിശ്വം ആവശ്യപ്പെടും. അങ്ങനെ ഭാസ്കറിനും അതിൽ സന്തോഷമാകുന്നു. പിറ്റേന്ന് ആ കാര്യം ഭാസ്കർ നഫീസയോടും പറയും. അവൾക്കതിൽ എന്നാൽ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മോളും നഫീസയും പറഞ്ഞ ഡേറ്റിന് തന്നെ തിരികെ പൊക്കോളാനും നിഖിലും ഭാസ്കറും 3 ആഴ്ച കൂടി ഇവിടെ നിന്നിട്ട് വരാമെന്നും ഭാസ്കർ നഫീസയോട് പറയുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നഫീസ അത് സമ്മതിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു പോകും. ഒരു ദിവസം ജയശ്രീ ആതിരയോട് PSC അപ്ലൈ ചെയ്യാൻ പറയുന്നു. അവൾക്കതിൽ തീരെ താല്പര്യമില്ലായിരുന്നു. ജോലിയും കൂലിയും ഇല്ലാതെ നീ എത്ര നാൾ അച്ഛൻ്റെ ചിലവിൽ കഴിയും? അച്ഛൻ റിട്ടയർ ചെയ്യാൻ ഇനി 2 വർഷം കൂടിയേ ഉള്ളൂ. ഇനിയും ഞങ്ങളുടെ ചിലവിൽ ഇങ്ങനെ കഴിയാനൊക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളോട് ദേഷ്യപ്പെടുന്നു. അവളും തിരികെ അതിന് ദേഷ്യപ്പെടും. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, അതേക്കുറിച്ച് ഓർത്ത് ആരും സങ്കടപ്പെടേണ്ട, അമ്മ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനും അവൾ പറഞ്ഞിട്ട് അവിടെ നിന്നും ദേഷ്യപ്പെട്ട് എണീച്ചു പോകും. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അത്താഴമുണ്ണാൻ ആതിര എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നില്ല. നിഖിൽ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം നിഖിൽ നേരെ ആതിരയുടെ മുറിയിലേക്ക് വരുന്നു. അവൾക്ക് എന്തു പറ്റിയെന്ന് അവൻ ചോദിക്കും. ഇതേസമയം ഭാസ്കറിനോട് കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോകാമെന്ന് താൻ പറഞ്ഞത് വിശ്വൻ തൻ്റെ ഭാര്യയോട് പറയുന്നു. നിങ്ങളെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇനി പ്രോപ്പർട്ടിയും അവന് കൊടുക്കുമോ എന്നൊക്കെയായിരുന്നു അവരുടെ ടെൻഷൻ. അതിനെപ്പറ്റിയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ലെന്ന് വിശ്വൻ പറയുന്നു. നിൽക്കാൻ പറയുന്നതൊക്കെ ഓക്കെ, പക്ഷെ സ്വത്ത് കൊടുക്കുന്നത് രണ്ടാവർത്തെ ആലോചിക്കണമെന്നൊക്കെ അവർ വിശ്വനെ താക്കീത് ചെയ്യുന്നു. അങ്ങനെ ആ ടോപ്പിക്ക് അവസാനിപ്പിച്ച് മകളുമായുള്ള വഴക്കിനെ കുറിച്ചാണ് വിശ്വം പിന്നീട് സംസാരിക്കുന്നത്.
അവളാണ് എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കുന്നത് എന്ന് വിശ്വത്തോട് അമ്മ പറയുമ്പോൾ അമ്മയാണ് എപ്പോഴും എന്നോട് വഴക്കിടുന്നതെന്ന് ആതിര നിഖിലിനോടും പരാതി പറയുകയായിരുന്നു. നീ അങ്ങ് ക്ഷമിക്കുക, ഒരു തവണ അവളോട് സോറി പറഞ്ഞെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിശ്വം പറയുമ്പോൾ എന്നോട് പറഞ്ഞതിനൊക്കെ അവളല്ലേ എന്നോട് സോറി പറയേണ്ടത്, ഞാനാണോ എന്നൊക്കെ ജയശ്രീയും പറയുന്നു. ഇതേ സമയം ആതിരയ്ക്ക് ദേഷ്യം വന്നാൽ കാണാൻ വളരെ ഭംഗിയാണെന്നൊക്കെ നിഖില് ആതിരയോട് പറയുന്നു. രണ്ടാളും അവളുടെ കട്ടിലിൽ കിടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവരുടെ സംസാരം പതിയെ പതിയെ വളരെ ക്ലോസ് ആവുകയും രണ്ടാളും കൂടി ചേർന്ന് കിസ് ചെയ്യാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അവരങ്ങനെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നു. ഈ സമയം മകളോട് സംസാരിച്ച് അവളെ സമാധാനിപ്പിച്ച് അമ്മയോട് സോറി പറയിക്കാൻ കൊണ്ടുവരാൻ വേണ്ടി ആതിരയെ വിളിക്കാനായി മുറിയിലേക്ക് വരികയായിരുന്നു വിശ്വം. നിർഭാഗ്യവശാൽ കതക് ലോക്ക് ചെയ്യാതെയാണ് ആതിരയും നിഖിലും കട്ടിലിൽ കിടന്നിരുന്നത്. കതക് തള്ളി തുറന്ന് അകത്തേക്ക് വരുന്ന വിശ്വം കാണുന്നത് പരസ്പരം ഇഴുകിച്ചേർന്ന് കട്ടിലിൽ കിടക്കുന്ന മകളെയും നിഖിലിനെയുമാണ്. അയാൾ ഒന്നും നോക്കാതെ നിഖിലിനെ പൊതിരെ തള്ളുന്നു. ആകെ ഭയന്നു പോകുന്ന നിഖിൽ മുറിയിൽ നിന്നും ഇറങ്ങിയോടും. ബഹളം കേട്ട് ഇവിടേക്ക് വരുന്ന നഫീസ നിഖിലിനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ടുപോകുന്നു. എന്താ പ്രശ്നമെന്ന് ഭാസ്കർ ചോദിക്കുമ്പോൾ നിന്റെ മോൻ എൻ്റെ മോളോട് എന്ത് വൃത്തികേടാണ് ചെയ്തതെന്ന് അവനോട് തന്നെ ചോദിക്കാൻ വിശ്വം പറയുന്നു. വന്നപ്പോൾ മുതൽ അവളല്ലേ എൻ്റെ മോൻ്റെ പുറകെ നടന്നതെന്ന് ഭാസ്കറും ചോദിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ അടികൂടാൻ തുടങ്ങുമ്പോഴേക്കും സേതു അവിടേക്ക് വരും. അവരെ പിടിച്ചു മാറ്റാൻ സേതു ശ്രമിക്കുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ നാറിയെ ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന്. അമ്മ ഇവനോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നും ഇവനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല എന്നും എനിക്കറിയാം. എല്ലാത്തിനും കാരണം നീയാണടാ പൊട്ട എന്നൊക്കെ വിശ്വം സേതുവിനോട് പറയുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞിട്ടല്ല തന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ഭാസ്കറിന് മനസ്സിലാകുന്നത്. അമ്മ എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞതെന്ന് പറയടാ പൊട്ട എന്ന് ഭാസ്കറും സേതുവിനോട് ചോദിക്കുന്നു. അതോടെ സേതുവിൻ്റെ പിടിവിടും. കുറച്ചു നാളെങ്കിലും എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് കരുതി ഞാൻ തന്നെയാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു കൂട്ടിയത്. എന്നെ ഇനി മേലിൽ ഒരുത്തനും പൊട്ട എന്ന് വിളിക്കരുത്. നിങ്ങൾക്കൊന്നും ഒരു സ്നേഹവുമില്ലാത്ത ജന്തുക്കളാണ്. ഇത്രയും നാൾ ഞാനല്ലേ എൻ്റെ അമ്മയെ നോക്കിയത്, ഇനിയും ഞാൻ തന്നെ നോക്കിക്കോളാം. നാളെ തന്നെ എല്ലാ എണ്ണവും വന്നത് എവിടെ നിന്നാണോ അവിടേക്ക് തന്നെ പൊക്കോളണമെന്നൊക്കെ താക്കീത് ചെയ്ത് സേതു അവിടെ നിന്നും പോകും. ഇവിടെ നടന്ന ബഹളങ്ങളൊക്കെ ചെറിയമ്മ ഈ സമയം തൻ്റെ മകളോട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവരോടും രാവിലെ തന്നെ പെട്ടിയും കിടക്കയും എടുത്ത് സ്ഥലം കാലിയാക്കാൻ സേതു പറയുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവരങ്ങനെ അവിടെ നിന്നും പോകും. തീരുമാനിച്ചതിലും നേരത്തെ തന്നെ പോകാൻ ഭാസ്കറും ഡേറ്റ് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ അവൻ വക്കീലിനെ പോയി കണ്ട് സ്വത്തിൽ തൻ്റെ ഭാഗമൊന്നും തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒരു കൺസെന്റ് വാങ്ങി വന്ന് സേതുവിനെ ഏൽപ്പിക്കും. ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആതിരയോട് യാത്ര പറഞ്ഞിട്ട് വരാൻ നിഖിലിനെ ഭാസ്കർ പറഞ്ഞു വിടുന്നു. തൻ്റെ അച്ഛൻ വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണെന്നുള്ള ചിന്തയായിരുന്നു അതുവരെ നിഖിലിനുണ്ടായിരുന്നത്. എന്നാൽ ഭാസ്കർ വളരെ ഓപ്പൺ മൈൻഡ് ആണെന്ന് ആ ഒരു മൊമെന്റിൽ നിഖിലിന് മനസ്സിലാകുന്നു. ശേഷം നിഖിൽ ആതിരയുടെ അടുത്തേക്ക് വന്ന് തനിക്കുണ്ടാക്കി തന്ന മാറ്റത്തിന് ആതിരയോട് താങ്ക്സ് പറയുന്നു. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന മൊമെന്റ്സ് ഞാൻ എന്നും സന്തോഷത്തോടെ ഓർക്കുമെന്നും എല്ലാത്തിനും താങ്ക്സ് ഒക്കെ ആതിരയും നിഖിലിനോട് പറയും. എന്നാൽ നിഖിൽ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിയതിനു ശേഷം ആതിരയ്ക്ക് വല്ലാത്ത മാനസിക വിഷമം തോന്നുന്നു. രണ്ടാളും ബ്രേക്കപ്പിന് ശേഷം ഉണ്ടായിരുന്ന മാനസിക വിഷമത്തിലായിരുന്നല്ലോ. ഒരു പരിധിവരെ അതിൽ നിന്നും ആശ്വാസം കണ്ടെത്താൻ അവരുടെ ആ സൗഹൃദമോ പ്രണയമോ ഒക്കെ അവരെ സഹായിച്ചിരുന്നു. എന്നാൽ മലയാളികളുടെ മൊറാലിറ്റിക്ക് ഒട്ടും ദഹിക്കുന്ന ഒന്നായിരുന്നില്ല ആ മോഡ് ഓഫ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെയാണല്ലോ കുടുംബത്തിന്റെ മുഴുവൻ താളവും അവിടെ തെറ്റുന്നത്. ശേഷം ഭാസ്കർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സേതു വിശ്വത്തെ വന്ന് വിളിക്കുന്നെങ്കിലും അയാൾ അവിടേക്ക് വരാൻ തയ്യാറാകില്ല. അമ്മയെ വിട്ടു പോകുന്നതിൽ വല്ലാത്ത മാനസിക വിഷമത്തിലായിരുന്നു ഭാസ്കർ. പോകാൻ തുടങ്ങുമ്പോൾ ഇനി എപ്പോഴാണെന്ന് സേതു ചോദിക്കുന്നു. നോക്കാമെന്ന് പറഞ്ഞ് സേതുവിനെ കെട്ടിപ്പിടിച്ചിട്ട് കാറിൽ കയറി പോകുന്ന ഭാസ്കറിനെ ജനാല വഴി നോക്കി നിൽക്കുന്നുണ്ട് വിശ്വം. മനസ്സിൽ വല്ലാത്തൊരു ഭാരവുമായി നേരെ സേതു വന്ന് കയറുന്നത് അമ്മയുടെ മുറിയിലേക്കാണ്. ശേഷം കാറിൽ പോകുന്ന ഭാസ്കറിന് സേതുവിന്റെ ഫോൺ കോൾ വരുന്നു. വണ്ടി ഒതുക്കാൻ ഭാസ്കർ പറയുമെങ്കിലും അല്പസമയത്തിനകം വണ്ടി തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് നാരായണി മരിച്ചുവെന്നും ഭാസ്കറും കുടുംബവും വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ തിരികെ പോകുന്നതായും കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം മൂവി ട്രാവലർ 2022.